സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ഹമാസിൻ്റെ ഡിമാൻഡ് അത് ട്രംപോ ഇസ്രായേലോ അംഗീകരിക്കാനേ പോകുന്നില്ല. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ പറയുന്ന സംഘർഷം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ട്രംപ് എത്രമാത്രം അസ്വസ്ഥനാണ് ഇസ്രായേലിനെ കൊണ്ടെന്നുള്ളതാണ്. ഒന്ന്, അവിടെ നവംബറിൽ മിഡ് ടൈം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ പ്രശ്നം അമേരിക്കൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചു തുടങ്ങി. ട്രംപിൻ്റെ തന്നെ സപ്പോർട്ട് ക്യാമ്പിൽ അമേരിക്കയുടെ ഇസ്രായേൽ സപ്പോർട്ട് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ ഇസ്രായേലിനോടുള്ള സപ്പോർട്ട് ഏറ്റവും കുറഞ്ഞൊരു നിമിഷമാണിത്. അതായത് ഏറ്റവും അടുത്ത സർവേകൾ പ്രകാരം അമേരിക്കക്കാരിൽ 60 മുതൽ 70% ആൾക്കാർ വരെ ഈ അമേരിക്ക ഇസ്രായേലിനെ ചുമക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു നിലപാട് അമേരിക്കൻ പബ്ലിക് സൊസൈറ്റിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം അൺപോപ്പുലറായി ഇസ്രായേൽ അമേരിക്കയ്ക്കുള്ളിൽ മാറിയിരിക്കുന്ന ഒരു സമയമാണത്. ഇവിടെയാണ് ഈ ഗസ ഭരണ കൈമാറ്റം നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഡീൽ ചെയ്യും ഈ മിഡ് ടൈം ഇലക്ഷന് മുമ്പ് ഈ ഇസ്രായേൽ പ്രശ്നത്തിൽ ട്രംപ് ഇപ്പോൾ ഇറാൻ പ്രശ്നം താൽക്കാലികമായിട്ടൊന്ന് അവസാനിപ്പിച്ചു, അപ്പോഴും ലെബനോനിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒഴിവാക്കി ഇസ്രായേലിൻ്റെ ഇതുമായി ഞങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്ന് ഇങ്ങനെ ബോധമെങ്കിലും ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേരിടാനാണോ ട്രംപിൻ്റെ ശ്രമം? അതല്ല, ഇസ്രായേലിനെ കൂടെ നിർത്തി തന്നെയാണോ? അത് ഈ ഇസ്രായേലിനെ കൂടെ നിർത്തുന്നതോറും താൻ എത്രമാത്രം അൺപോപ്പുലറാണ് തൻ്റെ ക്യാമ്പിലും പൊതുവെ അമേരിക്കൻ സമൂഹത്തിൽ നിന്നുള്ളതായി ട്രംപ് തിരിച്ചറിയുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം ഡൈനാമിക്സ് വളരെ പ്രധാനമാണ് ഗസ പീസ് ഡീലിൽ. ഗസയുടെ സമാധാനം തീരുമാനിക്കുന്നത് അമേരിക്കൻ ജനതയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മിഡ് ടൈം ഇലക്ഷനോടുകൂടി അതിൻ്റെ ചില സൂചനകൾ വരാനും സാധ്യതയുണ്ട്.